വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായി? തിയേറ്ററിൽ നന്നായിട്ട് ഓടി. പിന്നെ എവിടെ ഓടാത്ത പോലെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ചില സിനിമാ പ്രേമികൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു ഞാൻ തള്ളി മറിച്ച പടം ഒരു പരുവത്തിലാക്കി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. എന്തായാലും ഞാനത് ആ പടം കാണുന്നു. കരുതറിയോ, ധ്യാൻ തള്ളി മറിച്ചതിന്റെ ആധിക്യം എത്ര ഉണ്ടെന്ന് അറിയാൻ. ധ്യാന്റെ ഒരു നല്ല സ്വഭാവം, ഒരു പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായത്, സത്യം ഒരുപാട് കാലം മൂടി വെക്കത്തില്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ചേട്ടൻ ഉടനെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ ചെറിയ രീതിയിൽ. OTT പ്ലാറ്റ്ഫോമിലെ കാര്യമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം വിനീത് പിന്നെ സംസാരിച്ചിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല, വിളിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഹലോ സജിയേട്ടാ, ഇത് ഞാനാ. ഈ സിനിമയുടെ ഇറങ്ങുന്നതിന്റെ തലേദിവസം വരെ വിളിച്ചിരുന്നു, പിന്നെ വിളിച്ചിട്ടില്ല. ഇന്റർവ്യൂ ഏറ്റു. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഗംഭീര സിനിമയാണെന്നൊന്നും നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല. അയ്യോ പാവം, മൂഞ്ചി പാത്താലേ തെരീതാ. അത് പിന്നെ തിയേറ്ററിൽ വന്നപ്പോഴേക്കും ആൾക്കാര് ഇഷ്ടമായി, OTT വന്നപ്പോഴേക്കും അത് മാറി മറിഞ്ഞു. അപ്പൊ വെക്കടാ വെടി ഹിറ്റായോ? കൊള്ള ഹിറ്റായോന്നോ? ബമ്പറാ സാറേ. ചെന്നൈയിൽ 6 റിലീസ്. ഞാൻ കണ്ടത് നമ്മുടെ സംഘത്തിന്ന. രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം. വിനീത് ഇനി അടുത്ത സിനിമയിലേക്ക് വിളിക്കില്ല ധ്യാൻ, അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടോ? നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ഓ, എന്നാ പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് പോയി ശ്രമിക്കും. ഞാൻ ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യും. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഓ, എനിക്ക് വലിയ അസുഖമല്ലേ. വിനീതിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. സാധാരണ ധ്യാനും വിനീതും ഒക്കെ ചില ഇന്റർവ്യൂകളൊക്കെ ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ആ ഇന്റർവ്യൂ ഇരിക്കുമ്പം ധ്യാൻ പറയുന്ന ഓരോ കോമഡിയും തമാശയും ഒക്കെ വിനീത് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ ഇത് മാത്രം അത്ര എൻജോയ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരം. ധ്യാൻ വിനീതിനോട് വളരെ മുഖത്ത് നോക്കി ഒരു അഭിപ്രായം പറഞ്ഞാലേ അവിടെ നിന്നുള്ള റിയാക്ഷൻ അങ്ങനെ മിണ്ടാതങ്ങ് പോകും. അത് എനിക്ക് അത്രയും വില നൽകിയിരുന്നില്ല. ഇല്ല, നിന്നെ തന്നെ ഈ എന്നെയാണ് ഒട്ട എന്ന് വിളിച്ചത്. ഞാൻ ആ പടത്തിന് വേണ്ടി എന്നോടൊന്ന് മെലിയണം എന്ന് പറഞ്ഞായിരുന്നു. അതിലൊരു 10ാം ക്ലാസ്സുകാരനായിട്ട് അഭിനയിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. കറക്റ്റ് ലുക്ക. അല്ല സാർ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമല്ലേ? പുതുമ. ഈ കാര്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചത് പ്രൊഫഷണലായിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ സംവിധായകനാണ്, എനിക്ക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ആളെ വെച്ചോന്ന് പറഞ്ഞു. ഓടാൻ സാധ്യതയുള്ള ഒരു സിനിമ കിട്ടുമ്പോ നമ്മൾ അത് ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം?